എത്ര വലിയ വിജയം നേടുന്ന ചിത്രമായാലും തിയേറ്ററുകളിൽ ഇന്ന് അധിക വാരങ്ങൾ ഒരു സിനിമയും ഓടുന്നില്ല. വൈഡ് റിലീസാണ് അതിന് പ്രധാന കാരണം. ആദ്യ ദിനം പോസിറ്റീവ് അഭിപ്രായങ്ങൾ വന്നാൽ കാണികൾ തിയേറ്ററിലേക്ക് കൂട്ടത്തോടെ ഇരച്ചെത്തുകയും കാണുകയും ചെയ്യും. അതിനാൽ തന്നെ ഓപ്പണിംഗ് കളക്ഷനിൽ മറുഭാഷ സിനിമകളോട് മുട്ടാവുന്ന നിലയിലേക്ക് മലയാള സിനിമ വളർന്നിരിക്കുന്നു. ഇനി അഥവാ മൂന്നാം വാരത്തിലും മറ്റും ഒരു ചിത്രം മികച്ച കളക്ഷൻ നേടിയാൽ അത് അപൂർവമാണെന്ന് തന്നെ വേണം പറയാൻ. ഇപ്പോഴിതാ മൂന്നാം വാരത്തിൽ നേടുന്ന കളക്ഷനിൽ ഞെട്ടിച്ചിരിക്കുകയാണ് ദൃശ്യം 3. മോഹൻലാലിൻ്റെ പിറന്നാൾ ദിനമായിരുന്ന മെയ് 21-ന് തിയേറ്ററിൽ എത്തിയ ചിത്രമായിരുന്നു ഇത്. ദൃശ്യം ആദ്യ 2 ഭാഗങ്ങൾക്ക് ലഭിച്ചതിന് സമാനമായ ഏകപക്ഷീയമായ പോസിറ്റീവ് അഭിപ്രായമല്ല ദൃശ്യം 3-ന് ലഭിച്ചത്. മറിച്ച് സമ്മിശ്ര പ്രതികരണങ്ങൾ ആയിരുന്നു. എന്നാൽ ബോക്സ് ഓഫീസിൽ ഇതൊന്നും ജോർജ് കുട്ടിയും കുടുംബത്തെയും ബാധിച്ചില്ല എന്ന് മാത്രമല്ല അത് ഇപ്പോഴും തുടരുകയാണ്. ചിത്രത്തിൻ്റെ OTT റിലീസ് സംബന്ധിച്ച് ഔദ്യോഗിക പ്രഖ്യാപനം വന്നത് ഇന്നലെയായിരുന്നു. അതായത് റിലീസ് ആയതിൻ്റെ 24-ാം ദിവസം. പ്രമുഖ പ്ലാറ്റ്ഫോമായ ആമസോൺ പ്രൈം വീഡിയോയിലൂടെയാണ് ജൂൺ 18-ന് ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുക. സാധാരണ എത്ര വലിയ വിജയ ചിത്രത്തിൻ്റെ OTT റിലീസ് പ്രഖ്യാപിച്ചാൽ തിയേറ്റർ കളക്ഷൻ കാര്യമായി ഇടിയും. എന്നാൽ ദൃശ്യത്തിൻ്റെ കാര്യത്തിൽ അങ്ങനെ സംഭവിച്ചില്ല. OTT റിലീസ് പ്രഖ്യാപിച്ച് ദിവസങ്ങൾ മികച്ച കളക്ഷനാണ് ചിത്രത്തിന് ലഭിച്ചിരിക്കുന്നത്. ട്രാക്കർമാരുടെ കണക്കുകൾ പ്രകാരം കേരളത്തിൽ നിന്ന് മാത്രം ഇന്നലെ ചിത്രം നേടിയത് 58.50 കോടി ലക്ഷമാണ്. ഇന്നത്തെ സാഹചര്യത്തിൽ ഒരു മലയാള ചിത്രത്തിന് ലഭിക്കുന്ന മികച്ച കളക്ഷനാണിത്. ഇതോടെ കേരളത്തിൽ നിന്ന് ഇതുവരെ ചിത്രം നേടിയ കളക്ഷൻ 88.78 കോടിയിലേക്ക് എത്തിയിട്ടുണ്ട്. കേരളത്തിൽ നിന്ന് ഏറ്റവും മികച്ച കളക്ഷൻ നേടുന്ന ചിത്രങ്ങളുടെ കൂട്ടത്തിലും ദൃശ്യം 3 ഇടം പിടിച്ചിട്ടുണ്ട്.